ഭ്രമണവേഗത വർദ്ധിപ്പിച്ച് ഭൂമി 2020 മുതൽ ഭൂമി മുൻപത്തേക്കാൾ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജൂലൈ 9, 22, ഓഗസ്റ്റ് 5 എന്നീ ദിവസങ്ങൾ ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ 3 ദിവസങ്ങളായിരിക്കും. 2029 ആകുമ്പോഴേക്കും ദിവസദൈർഘ്യത്തിൽ ഒരു ലീപ് സെക്കൻഡിൻ്റെ മാറ്റമുണ്ടാവും. ഗുരുത്വാകർഷണം, ഭൂകമ്പങ്ങൾ ഇവയ്ക്കെല്ലാം ഭൂമിയുടെ കറക്കത്തെ സ്വാധീനിക്കാനാവും. സമയദൈർഘ്യത്തിൻ്റെ മാറ്റം ചെറുതാണെങ്കിലും സമയമാറ്റം സംഭവിക്കുന്നത് ഇത് ആദ്യമായല്ല. ദിനോസറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദിവസദൈർഘ്യം 23 മണിക്കൂറായിരുന്നു. 200 ദശലക്ഷ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈർഘ്യം ഏകദേശം 25 മണിക്കൂറായിരിക്കും. ഈയിടെയായി ഭൂമിയുടെ കറക്കം ഒരൽപ്പം വേഗതയിലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളുടെ നീളം ഒരൽപ്പം കുറയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. കുറച്ച് വർഷങ്ങളായി ഭൂമി കറങ്ങുന്നതിലെ സമയവേഗതയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 2020 മുതൽ മുൻപത്തേക്കാൾ വേഗത്തിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനാൽ വരാനിരിക്കുന്ന ചില ദിവസങ്ങൾ കുറച്ച് ഭൂമി വേഗത്തിൽ കറങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ജൂലൈ 9, 22, ഓഗസ്റ്റ് 5 എന്നീ ദിവസങ്ങളായിരിക്കും അവ. അതിൽ തന്നെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഓഗസ്റ്റ് 5-ന് മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം ഒരൽപ്പം കൂടുതലായിരിക്കും. 2029 ആവുമ്പോഴേക്കും ദിവസത്തിൻ്റെ ദൈർഘ്യം ഒരു ലീപ് സെക്കൻഡ് മാറ്റമുണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതായത് ഓഗസ്റ്റ് 5-ന് ഒരു ദിവസത്തിന് 24 മണിക്കൂറിനേക്കാൾ 1.15 മില്ലി സെക്കൻഡ് കുറവായിരിക്കും. എന്നാൽ ഈ പ്രതിഭാസങ്ങൾ 2025 വരെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ടൈം ഓൺ ഡേറ്റ് വെബ്സൈറ്റിലെ റിപ്പോർട്ടിൽ പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം, ഭൂമിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, അങ്ങനെ ചില പ്രതിഭാസങ്ങൾക്ക് ഭൂമിയുടെ കറക്കത്തെ സ്വാധീനിക്കാൻ സാധിക്കും. 2011 മാർച്ചിൽ ജപ്പാന് സമീപം 9 തീവ്രതയുള്ള ഭൂകമ്പം ഭൂമിയുടെ അച്ചുതണ്ടിനെ മാറ്റം വരുത്തി എന്നും ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം ചെറുതായി കുറഞ്ഞു എന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ദിവസത്തിലുണ്ടാകുന്ന സമയദൈർഘ്യത്തിലെ മാറ്റം ചെറുതാണെങ്കിലും സമയമാറ്റം സംഭവിക്കുന്നത് ഇത് ആദ്യമായല്ല. എന്നാൽ ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഉപഗ്രഹ സംവിധാനങ്ങളെയും GPS കൃത്യതയെയും സമയം എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു എന്നതിനെയും ബാധിക്കുന്നു എന്നതാണ് വിദഗ്ധർ പറയുന്നത്. ദിനോസറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദിവസങ്ങൾക്ക് 23 മണിക്കൂറായിരുന്നു ദൈർഘ്യം. 200 ദശലക്ഷ വർഷങ്ങൾ കഴിയുമ്പോൾ ദിവസത്തിൻ്റെ ദൈർഘ്യം ഏകദേശം 25 മണിക്കൂറായിരിക്കും, ശാസ്ത്രജ്ഞർ പറയുന്നു. ഭൂമിയുടെ ഭ്രമണവേഗത കൂടുന്നതിന് പിന്നിലെ നിഗൂഢതകൾ ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും ചന്ദ്രൻ്റെ ആകർഷണം, ഭൂമിയുടെ കാന്തിക ചലനം, സമുദ്രപ്രവാഹം എന്നിവയുടെ സ്വാധീനം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി.